നമസ്കാരം. ഈ വീഡിയോ എൻ്റെ വീട് ഷൊർണൂരുള്ള എൻ്റെ വീട് വിൽപ്പനയ്ക്കായിട്ട് ഞാൻ ചെയ്തതാണ്. ഷൊർണൂര് പൊതുവാൾ ജംഗ്ഷനിൽ നിന്നും 400 മീറ്റർ ദൂരത്തിൽ കവളപ്പാറ റോഡിൽ, അതായത് കുളപ്പുള്ളിയിൽ നിന്ന് വരികയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്നതാണ് കവളപ്പാറ റോഡ്. അതായത് പൊതുവാൾ ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് തിരിയുമ്പോൾ, അതുപോലെ SMB ജംഗ്ഷനിൽ നിന്ന് വരികയാണെങ്കിൽ റൈറ്റിലേക്ക് തിരിയുന്നതാണ് കവളപ്പാറ റോഡ്. അവിടെ കവളപ്പാറ റോഡിലാണ് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ഒരു 400 മീറ്റർ ദൂരത്തില് റൈറ്റ് സൈഡില് ആണ്, ലെഫ്റ്റ് സൈഡിലാണ് എൻ്റെ വീടുള്ളത്. അതിനു മുൻപ് ഷൊർണൂർ മെഡിക്കൽ സെന്റർ വരും. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്തെ തിരിവില് ആണ് എൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത്, ഇടത് ഭാഗത്ത്. 10 സെന്റ് സ്ഥലത്ത് 2875 സ്ക്വയർ ഫീറ്റ് വീടാണ് പണിതിട്ടുള്ളത്. 2021 ഇതിന്റെ കൺസ്ട്രക്ഷൻ കഴിഞ്ഞത്. പുതിയ വീടാണ്. 3 ബെഡ്റൂംസ് ഉണ്ട്, എല്ലാം അറ്റാച്ച്ഡ് വാഷ്റൂംസ് കൂടിയാണ്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ദൂരം നോക്കിക്കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരത്തിലാണ്. അതുപോലെ തന്നെ ബസ് സ്റ്റാൻഡിലും. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വരികയാണെങ്കിൽ നിങ്ങൾ SMB ജംഗ്ഷൻ വഴി വരികയായിരിക്കും കൂടുതൽ അടുത്ത്. അതുപോലെ ബസ് സ്റ്റാൻഡിൽ നിന്ന് വരികയാണെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ കുളപ്പുള്ളിക്ക് പോകുന്ന വഴിക്ക് വരികയാണെങ്കിൽ ഏറ്റവും അഭികാമ്യം. അടുത്ത സ്കൂള്, പിന്നെ ആശുപത്രി മുതലായ 1 കിലോമീറ്റർ ദൂരത്തിൽ, അതന്നെ മാക്സിമം ആണ്, 1 കിലോമീറ്റർ ദൂരത്തിൽ തന്നെ ഉണ്ട്. ടൗണിന്റെ എല്ലാ സൗകര്യവും ഉണ്ട്, എന്നാൽ ടൗണിന്റെ ഒരു ശല്യവും ഇല്ല. അതാണ് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. പിന്നെ വീടിന് സോളാർ ഹീറ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമിലും, അടുക്കളയിലും, ഡൈനിങ് ഹാളിലും, വാഷ് ബേസിനിലും ഒക്കെ ചൂടുവെള്ളത്തിനുള്ള സൗകര്യമുണ്ട്. പൈപ്പിംഗ് ഒക്കെ അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, പ്ലംബിങ്. പിന്നെ റൂഫില് ഒരു സൈഡ് ചെരിഞ്ഞ വാർപ്പാണ്. അപ്പൊ ചെരിഞ്ഞ വാർപ്പാണ് 2 സ്റ്റെപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതില് ഷിൻഡിൽസ് ഇട്ടിട്ടുണ്ട്. ഷിൻഡിൽസ് ഇടുമ്പോൾ കുറച്ച് ചൂട് കുറയും. ഓട് ചെയ്യണം എന്നാണ് കരുതിയത്, പക്ഷെ അവിടെ തെങ്ങുള്ളത് കൊണ്ട് ചിലപ്പോൾ തേങ്ങ വീണ് കഴിഞ്ഞാൽ ഓട് പൊട്ടാൻ സാധ്യത ഉള്ളതുകൊണ്ട് അത് ചെയ്തിട്ടില്ല. അതിന് പകരം ഷിൻഡിൽസ് ആണ്. ഷിൻഡിൽസ് പുതിയ ടെക്നോളജിയാണ്, അപ്പൊ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻവെർട്ടറിനുള്ള വയറിങ്ങും ചെയ്തിട്ടുണ്ട്. ഒരു ബെഡ്റൂം കൂടി പണിയണമെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമുണ്ട്. അത് മുകളില്, ചോട്ടിൽ ഒരു ബെഡ്റൂമേ ഉള്ളൂ, പക്ഷെ മുകളില് ഒരു ബെഡ്റൂം കൂടി പണിയാനുള്ള സ്ഥലം വിട്ടിട്ടുണ്ട് ഞാൻ. ഇതൊക്കെയാണ് വീടിന്റെ ഫീച്ചേഴ്സ്. ഇനി നമുക്ക് അടുത്ത ഇതിൽ കാണാം, വീഡിയോസ് കാണാം. അതിനുശേഷം നമുക്ക് കൂടുതൽ മുന്നോട്ട് പ്രൊസീഡ് ചെയ്യാം. ഇതിപ്പോ റോഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ്. റോഡ് കവളപ്പാറ റോഡിൽ നിന്ന് നമ്മൾ വീടിന് അഭിമുഖമായിട്ട് നിന്ന് നോക്കുകയാണെങ്കിൽ ഫ്രണ്ട് വ്യൂ ആണ് ഈ വീട്. ഇതാണ് ഇതിന്റെ ഫ്രണ്ട് വ്യൂ. കുറച്ച് ഈവനിങ് ടൈമിലാണ് ഞാനത് എടുത്തിരിക്കുന്നത്. അപ്പൊ ലൈറ്റിംഗ് ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണുന്നത്. ഫ്രണ്ട് വ്യൂ തന്നെ ഫുൾ ബ്ലോൺ ലൈറ്റിംഗ് ആയിട്ടുള്ള ഒരു വ്യൂ. സെയിം വ്യൂ. കുറച്ചുകൂടി ക്ലോസപ്പ് ആണ് ഈ വ്യൂ. കുറച്ചുകൂടി അടുത്തുനിന്ന് എടുത്തതാണ്. ലൈറ്റിങ്ങും എല്ലാ സൗകര്യങ്ങളും കാണുന്നുണ്ട്. ഇത് വീടിന്റെ ഇടത് ഭാഗമാണ്. ഇടത് ഭാഗത്ത് ഞങ്ങൾ ഫുൾ സെക്യൂരിറ്റി ലൈറ്റിംഗ് 4 ചുറ്റും ചെയ്തിട്ടുണ്ട്. സെക്യൂരിറ്റി ലൈറ്റിംഗ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പോകുന്നത് വീടിന്റെ വലതു ഭാഗത്താണ്. 5 തെങ്ങുകളുണ്ടായിരുന്നു. ഒരു തെങ്ങ് ഞാൻ മുറിച്ചു, കാരണം അത് കുറച്ച് റിസ്കി ആയതുകൊണ്ട് ഞാൻ മുറിച്ചു അത്. ഇതാണ് വീടിന്റെ വലതു ഭാഗം. എല്ലാം നോക്കുകയുള്ളൂ, സെക്യൂരിറ്റി ലൈറ്റിംഗ് ഉണ്ട്. പൈപ്പിങ്ങും 4 ചുറ്റും 2 പൈപ്പ് ഔട്ട് സൈഡ് ഉണ്ട്. ഇതൊരു ചെറിയ കിച്ചൺ ഗാർഡൻ എന്ന രീതിയിലൊരു കോൺസെപ്റ്റിൽ ഞാൻ ചെയ്തതാണ്. പക്ഷെ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് എൻക്ലോസ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മള് വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഗേറ്റിൽ നിന്ന് നടന്ന് നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോൾ ആദ്യം വരുന്നത് സിറ്റ് ഔട്ട് ആണ്. അപ്പൊ സിറ്റ് ഔട്ട് സാമാന്യം വലിപ്പമുള്ള സിറ്റ് ഔട്ട് ആണ്. അത്യാവശ്യം വേണമെങ്കിൽ ഒരു ചെറിയ ടീമൊക്കെ വന്ന് ഇരിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യം, സ്പേസും ഉണ്ട് അവിടെ. പിന്നെ ചെറിയൊരു ഷൂറാക്ക് ചെയ്തിട്ടുണ്ട്. അതൊന്നും ഞാൻ ഫർണിഷ് ചെയ്തിട്ടില്ല. അത് വേണമെങ്കിൽ ഫർണിഷ് ചെയ്യാം എന്നുള്ള ഐഡിയയിലാണ് ഞാൻ നേരത്തെ ചെയ്തത്. ഉള്ളിൽ നമ്മൾ വാതിലിനുള്ളിൽ നിന്ന് കയറുമ്പോൾ ആദ്യം നമ്മൾ കാണുന്നത് ഹാളാണ്, ലിവിംഗ് ഏരിയ. ലിവിംഗ് ഏരിയ നല്ല വലുപ്പമുള്ള ലിവിംഗ് ഏരിയ ആണ്.
എനിക്ക് ഫർണിച്ചറൊക്കെ വളരെ എല്ലാ ഫർണിച്ചറും എൻ്റെ ബാംഗ്ലൂർ ആയതുകൊണ്ട് ഞാൻ ഫർണിച്ചറൊന്നും വളരെ മിനിമൽ ഫർണിച്ചറേ ഇട്ടിട്ടുള്ളൂ. ലൈറ്റിങ്ങും എല്ലാം ഷാൻഡലിയേഴ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഫാൻ ഉണ്ട്, വാൾ ഫാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കാരണം ഹൈറ്റ് കൂടുതലായതുകൊണ്ട് വാൾ ഫാനാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എൻട്രൻസിലുള്ള ഡോറ് തേക്കിന്റെ ഡോറാണ്. ഇത് ഹാളിലെ ഒരു നടുമുറ്റം എന്നുള്ള കോൺസെപ്റ്റിൽ ചെയ്തതാണ്. പക്ഷെ നടുമുറ്റമാണെങ്കിലും അതിനെ ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട് മുകളിൽ. കാരണം വെള്ളം ഒന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പൂട്ടിയിട്ടുള്ളതുകൊണ്ട് വെള്ളം ഒന്ന് വീണ് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് ക്ലോസ് ചെയ്തു, ഫൈബർ ഗ്ലാസ് വെച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അവിടെ തന്നെ ഒരു ചെറിയ ഓർണമെന്റൽ വർക്ക് ആ നടുമുറ്റത്തിന് ചെയ്തിട്ടുണ്ട്. നടുമുറ്റത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇതിന്റെ സ്റ്റെയർ കേസിന്റെ അടിഭാഗം വരുന്നുണ്ട്. അവിടെ അത്യാവശ്യം സ്റ്റോറേജ് ഏരിയ ഉണ്ട്. UPS വെക്കാനും അവിടെ ഷെൽഫ്സും ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ഇത് ക്ലോസ് ചെയ്യാം, നമുക്ക് പാനലിംഗ് വുഡൊക്കെ ചെയ്തിട്ട് മരം കൊണ്ട് അത് ക്ലോസ് ചെയ്യാം. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടല്ലോ. അവിടുന്ന് നമ്മൾ വരുന്നത് ഡൈനിങ് ഹാളിലേക്കാണ്. ഡൈനിങ് ഹാളിലെ പൂജാ റൂം, ഡൈനിങ് ഏരിയ, അതുപോലെ തന്നെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ. ഡൈനിങ് ഹാളിലും വാൾ ഫാൻസ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. വേറെ ഒന്നും കൊണ്ടുമല്ല, അങ്ങനെ സൗകര്യമായിട്ട് തോന്നി, അതുകൊണ്ട് ഫിറ്റ് ചെയ്തെന്ന് മാത്രം. ഇതാണ് മെയിൻ കിച്ചൺ. അതിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ഹബ്ബ്, അതുപോലെ ചിമ്മിനി, ഇലക്ട്രിക് ചിമ്മിനി എല്ലാം ചെയ്തിട്ടുണ്ട്. അതിന്റെ ഔട്ട്ലെറ്റ് ഒക്കെ ഔട്ട് സൈഡ് നമ്മൾ റൗട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല വുഡിന്റെ എല്ലാ ഫിറ്റിംഗ്സും കിച്ചണിലുള്ള കബോർഡ്സ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം മൾട്ടിവുഡില് വാട്ടർ പ്രൂഫാണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ഫാൻ സൗകര്യമുണ്ട്. അതുപോലെ വിൻഡോസിൽ എല്ലായിടത്തും മാക്സിമം പോസിബിൾ സ്ഥലങ്ങളിൽ ഞങ്ങൾ ഇത് ചെയ്തിട്ടുണ്ട്. കർട്ടൻസും അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ എല്ലാം ചെയ്തിട്ടുണ്ട്. ഇത് ക്രോക്കറി ഷെൽഫിൽ ചെറിയ അത്യാവശ്യം വേണ്ട ക്രോക്കറി വെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഓർണമെന്റൽ വർക്ക് ചെയ്ത് ഉള്ളിലോട്ട് പുറത്തോട്ടും കാണുന്ന, ഹാളിലിരുന്ന് നോക്കിയാലും ഡൈനിങ് ഹാളിലിരുന്ന് നോക്കിയാലും രണ്ടും കാണുന്ന തരത്തിലുള്ളതാണ് ഈ ഓർണമെന്റൽ വർക്ക്. പിന്നെ ബാക്കിലേക്കുള്ള ഡോറ്, കിച്ചൺ ഗാർഡനിലേക്കുള്ള ഡോറ്, ഇത് നമ്മള് എന്താ പറയാ, മെയിൻ ആയിട്ടുള്ള ഞങ്ങൾ വർക്കിംഗ് കിച്ചൺ കം വർക്ക് ഏരിയ. ഇത് എൻക്ലോസ്ഡ് ആണ്, പുറത്തേക്ക് തുറക്കണില്ല. അത് തുറക്കാനുള്ള പകരം ആ കിച്ചൺ ഗാർഡനിലേക്ക് തുറക്കുന്നതാണ്. ഫ്രിഡ്ജിനുള്ള പോയിന്റ്സ്, ഗ്യാസ് വെക്കാനുള്ള സൗകര്യങ്ങള്, 7 വിൻഡോ ഉണ്ട് ഇതിന്. അത് നല്ലോണം വെളിച്ചവും സൗകര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതുപോലെ വാഷിംഗ് മെഷീൻ, ഡിഷ് വാഷറിനുള്ള പോയിന്റ്സും പൈപ്പിംഗ് പോയിന്റ്സും അതുപോലെ ഇലക്ട്രിക്കൽ പോയിന്റ്സിനുള്ള സൗകര്യമൊക്കെ ചെയ്തിട്ടുണ്ട്. ഷെൽഫും അത്യാവശ്യം വേണമെങ്കിൽ ചെയ്തിട്ടുണ്ട്. ഹാളിലുള്ള ഒരു കാര്യം നമ്മുടെ പൂജാ റൂമാണ്. അപ്പൊ പൂജാ റൂമില് പ്ലാവിന്റെ പലകയാണ്, തേക്കല്ല പ്ലാവിന്റെ പലക യൂസ് ചെയ്തിട്ടുണ്ട്. ഷെൽഫ്സും അത്യാവശ്യം ചെയ്തിട്ടുണ്ട്. കൂടുതൽ ഞാൻ ഫർണിഷ് ചെയ്തിട്ടില്ല, കാരണം ഞാൻ വന്ന് താമസിക്കാൻ നിൽക്കുമ്പോൾ സമയത്ത് മാത്രം ഫർണിഷ് ചെയ്താൽ മതി എന്നുള്ളതിൽ ഞാൻ നിർത്തി വെച്ചിരുന്നതാണ്. ഇനി നമ്മൾ പോകുന്നത് സ്റ്റെയർ കയറിയിട്ട് നമ്മൾ മേലേക്ക് പോവാണ്. അതായത് ഫസ്റ്റ് ഫ്ലോറിലേക്ക് നമ്മൾ പോവാണ്. ഫസ്റ്റ് ഫ്ലോറിലേക്ക് ആദ്യമായിട്ട് നമ്മൾ കയറി ലാൻഡിങ്ങിലേക്ക് ചെല്ലണത് നമ്മുടെ നടുമുറ്റത്തിന്റെ മുകൾ ഭാഗം. അതായത് നടുമുറ്റത്തെ ചോട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടുന്ന് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ ചോട്ടിലേക്ക് കാണും. അതാണ് നടുമുറ്റം. എന്നാൽ നടുമുറ്റം മുകളില് ഫൈബർ ഗ്ലാസ് ഇട്ടിട്ട് ഞങ്ങൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളമൊന്നും വീഴില്ല. അതിനുള്ള ഇതൊക്കെ ഉണ്ട്. ലാൻഡിങ്ങിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണുന്നത് ഒരു ഹാളാണ്. മുകളിലുള്ള ഹാള്, ഫാമിലി ഫംഗ്ഷനോ അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരെ ഇരിക്കാനോ പിടിക്കാനോ ഒക്കെ ഉള്ളൊരു പ്രൈവസിയും കൂടി ഉണ്ട് മുകളില്. ചോട്ടില് ഗസ്റ്റ് ഒക്കെ വന്നിരുന്ന് അവിടെ ഇരുന്നാലും മുകളില് നമുക്ക് ഫാമിലി ആയിട്ട് ഇരുന്നിട്ട് സെറ്റപ്പ് ചെയ്യാം. അതിനുള്ള TV വെക്കാനുള്ള പോയിന്റ്സ്, എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ആ ഒരു വ്യൂ, ചോട്ടിലേക്കുള്ള വ്യൂ, അതായത് ലിവിങ് ഏരിയക്കുള്ള വ്യൂ. പിന്നെ ഇത് പുറമേക്കുള്ള ഡോറാണ്. ഒരു ബാൽക്കണി ഉണ്ട്, ആ ബാൽക്കണിക്കുള്ള ഡോറാണ്.
വിൻഡോസ് എല്ലാം ആവശ്യത്തിനും ഉള്ള എല്ലാ വെളിച്ചം വരാവുന്ന രീതിയിലുള്ള വിൻഡോസ് ആണ് ചെയ്തിരിക്കുന്നത്. ഇത് ബെഡ്റൂമാണ്, മുകളിലത്തെ ബെഡ്റൂം. അതിൽ AC ഫിറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള ബെഡ്റൂംസ് ആണ്. ഇത് വുഡൻ ഫ്ലോറിംഗ് അല്ല, പക്ഷേ ഇതിന്റെ ടൈൽസ് ആണ്. പക്ഷെ വുഡൻ കളറിലുള്ള അതേപോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള ഇതാണ്. ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ്. അറ്റാച്ച്ഡ് ബാത്റൂമിൽ അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. യൂറോപ്യൻ ക്ലോസറ്റ്, പിന്നെ എക്സോസ്റ്റ് ഫാൻ, അതുപോലെ ഷെൽഫ്സ്, വാഷ് ബേസിൻ, മിറർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും. മാത്രമല്ല ഇതിന്റെ കൂടെ തന്നെ ഞാൻ ഇലക്ട്രിക്കൽ സൗകര്യങ്ങളും ഗീസർ വെക്കാനുള്ള സൗകര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. സോളാറിന് കൂടാതെ ഹീറ്റർ വേണമെങ്കിൽ വെക്കാനുള്ള, അതായത് ഗീസർ വെക്കാനുള്ള സൗകര്യം കൂടെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ചെയ്തിരിക്കുന്ന ഒരു വാർഡ്രോബാണ്. ഇതൊരു ഫുൾ ലെങ്ത് വാർഡ്രോബാണ്. മുകളിലും സ്റ്റോറേജ് ഉണ്ട്, ചോട്ടിലും സ്റ്റോറേജ് ഉണ്ട്. തുണികളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് ഉണ്ട് ഇവിടെ. ഇനി നമ്മൾ പോകാൻ പോകുന്നത് മുകളിലത്തെ ബെഡ്റൂം, പിൻഭാഗത്തുള്ള ബെഡ്റൂം. സാധാരണ ഗസ്റ്റ് ബെഡ്റൂം എന്നൊക്കെ പറയും, പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ മൂന്നാമത്തെ ബെഡ്റൂം എന്ന് ഞാൻ പറയുള്ളൂ. ഇതും ഓൾമോസ്റ്റ് സെയിം സൈസാണ്. ഇതിൽ ഞാൻ വാർഡ്രോബ് ചെയ്തിട്ടില്ല. കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇവിടെ എൻ്റെ അടുത്തൊരു കബോർഡ് ഉണ്ടായിരുന്നു. എൻ്റെ മദറിന്റെ ഒരു കബോർഡ്, അത് അവിടെ വെക്കാം. അതുപോലെ ഡ്രസ്സിംഗ് ടേബിളിൽ ഞങ്ങൾ ഉള്ള ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ഈ ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ്. എല്ലാ ബെഡ്റൂമും നല്ല രീതിയിൽ ആവശ്യത്തിനും ഉള്ള ഫർണിഷിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ചോയ്സസ്റ്റ് ടൈൽസ് ഒക്കെയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ബാത്റൂമിന്. ഇത്രയൊക്കെയാണ് വീടിന്റെ ഫീച്ചേഴ്സ് പറയാനുള്ളത്.